ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു റെസിപ്പി ഉണ്ട്. പണ്ടത്തൊരു റെസിപ്പിയാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ പതിവ് പോലെ തന്നെ കുറച്ച് അല്ലറച്ചില്ലറ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ റെസിപ്പി ഒരു പഴയ കാലത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈ കോരിയിട്ടപ്പം അല്ലെങ്കിൽ വാരിയിട്ടപ്പം എന്നൊക്കെ പറഞ്ഞിട്ടൊരു അപ്പമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നല്ല വെള്ളത്തിൽ വേണം കുതിർത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. പച്ചരി ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല. കുതിർത്ത് വയ്ക്കുന്ന സമയത്ത് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അപ്പം ഞാനത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ. അപ്പോൾ മാക്സിമം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചരി 2 കപ്പ് പച്ചരി. എന്നിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ്, വേവിച്ച ചോറ്. ചോറ് നിങ്ങൾക്ക് ഏതും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ. ഇതിൻ്റെ അളവൊന്നും കൂടണ്ട കേട്ടോ, കൂടുകയോ കുറയോ ഒന്നും വേണ്ട. അപ്പം നമുക്ക് ഈ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനുണ്ട്. മുട്ട ഒരു 2 ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 1 മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം 2 മുട്ടയും പിന്നെ അതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചപ്പം അരിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കട്ടിയിൽ തന്നെ ഈ ഒരു പരുവത്തിൽ തന്നെ അരച്ച് കിട്ടണം. അപ്പോൾ അത് ഈ ഒരു പരുവം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ചൊരു ഇതിൽ കിട്ടില്ല കേട്ടോ അപ്പം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ലൂസൊന്നും ആവാൻ പാടില്ല. നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ ഈ ഒരു മിക്സ്ചർ കിട്ടണം. അത് നിർബന്ധമാണ്. പിന്നെ അഥവാ നിങ്ങൾക്കിത് വെള്ളം പോലാണെന്ന് തോന്നിയാൽ ഒരു 1/4 കപ്പ്, അതിൽ കൂടുതൽ അരിപ്പൊടി ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാക്സിമം അരിപ്പൊടി ചേർക്കാതെ തന്നെ തയ്യാറാക്കട്ടോ. ഇനിയിപ്പോൾ അഥവാ നമ്മൾ അരക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. നമുക്ക് ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ആ ഒരു ഫ്രൈ ചെയ്യാൻ നേരം മാത്രം ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ ഈ ബേക്കിംഗ് സോഡ ഈ ഒരു മിക്സിലേക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ആ ഒരു ഇതിന് ഭയങ്കര ബ്രൗണിഷ് കളറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യണം. അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കോരി ഇട്ടിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ കോരിയിട്ടപ്പം അല്ലെങ്കിൽ വാരിയിട്ടപ്പം എന്നുള്ള ഒരു പേരൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എണ്ണയുടെ ചൂട് വളരെ നിർബന്ധമാണ് ഇതിൽ ശ്രദ്ധിക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്യാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, ലോ ഫ്ലെയിമിലും വെക്കേണ്ട. നമ്മളിതിങ്ങനെ ഇട്ട് കൊടുത്ത പാടനെ ഇതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുവാണെങ്കിൽ ആ ഒരു ഇതിൻ്റെ എണ്ണയുടെ ചൂട് കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇത് ഒരുപാട് നേരം നമ്മൾ ഫ്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ക്രിസ്പാവും. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട. 2 വശവും ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. പിന്നെ ഇതിൻ്റെ അങ്ങനെ കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നില്ല. നമ്മൾ കോരി ഇട്ടിട്ട് കിട്ടുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാതും ഒരേ ഷേപ്പിലാണെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കാണുമ്പോൾ നമുക്ക് അത്ര ഇത് തോന്നില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നെയ്പത്തിരിയുടെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പണ്ടത്തെ റെസിപ്പിയാണ്. അപ്പം ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഉമ്മ എന്താ കാട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി ദോശ ഉണ്ടാക്കുമല്ലോ നീർദോശയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ മാവ് അരച്ചിട്ടുള്ളതിൽ നീർദോശയൊക്കെ കുറച്ചൊക്കെ ചുടും. പിന്നെ ബാക്കിയുള്ളത് ഉമ്മ അതിലേക്ക് മുട്ടയും തേങ്ങയും അതുപോലെ കുറച്ചും കൂടി അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിലാക്കും. എന്നിട്ട് അതിങ്ങനെ കോരി ഇട്ടിട്ട് അത് പൊരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഈ ദോശ അങ്ങനെ രാവിലെയും വൈകിട്ട് നമ്മൾ സ്നാക്സിനൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് പകരം ആ മാവിന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും വൈകിട്ട് ഈ കോരിയിട്ടപ്പം ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചെറിയൊരു ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ വരുന്നത് ചിക്കൻ കറി, മുട്ടക്കറി, മീൻ കറി ഇതൊക്കെ തന്നെയാണ്. പിന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാൽ ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ റോസും ഇങ്ങനെ വെറുതെ കയ്യിൽ പിടിച്ചിട്ട് പൂരിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കും. അപ്പം അങ്ങനെ ടേസ്റ്റാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കാണാനൊരു ഷേപ്പൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ പുറമേ കുറച്ചൊരു ക്രിസ്പ് കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ.
പിന്നെ ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം ഈ ഓരോ കോരിയിട്ടിട്ട് നമുക്ക് കിട്ടുന്ന അപ്പത്തിനും ഓരോ ഷേപ്പായിരിക്കും. അപ്പോൾ റോസ് ഇങ്ങനെ ഓരോ ഷേപ്പൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇടുന്നതും കഴിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിൽ മക്കൾ കുറേയൊക്കെ കഴിക്കും. പിന്നെ ചോറും പച്ചരിയൊക്കെ അല്ലേ, നല്ലതുമാണ്. പിന്നെ ബേക്കിംഗ് സോഡ ഇടാണ്ട് നമ്മളിത് ഉണ്ടാക്കാൻ നോക്കുമ്പം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ബേക്കിംഗ് സോഡ വേണ്ടാത്തവർക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇങ്ങനൊരു അകത്ത് നല്ല സോഫ്റ്റും പുറമേ കുറച്ചൊരു ഇത് ആയി കിട്ടണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെ ആര് വന്ന പോലെ, അതായത് നമ്മൾ ഈ കൽത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയുമല്ലോ ആര് വന്നെന്ന്, അപ്പം അതുപോലെ ഇല്ലെങ്കിലും ഏകദേശം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അകത്ത് പൊള്ളയായിട്ടല്ല, ഇതുപോലെ വേണം കിട്ടാൻ. അപ്പം ആ മാവിൻ്റെ ഒക്കെ പരുവം കറക്റ്റാണെങ്കിലേ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് തന്നെ മാവ് എടുക്കുക. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും പിന്നെ ഈ ഒരു അപ്പം കൂടി അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുന്നത്തെ വ്ളോഗിൽ ഞാൻ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സ്, റീനും റോസിനും ഒരേപോലത്തെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സ് തയ്ച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു തയ്ച്ച പോലെ തന്നെ ഉണ്ട്, റെഡിമെയ്ഡ് വാങ്ങിച്ച പോലെ ഒന്നും വന്നില്ല. പിന്നെ സ്റ്റിച്ചിങ് നല്ല റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വല്ലാണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ തുണിനേക്കാളും കോസ്റ്റ് വന്നു സ്റ്റിച്ചിങ്ങിനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടത് പറയാൻ കേട്ടോ. പക്ഷേ കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടിയെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് ആ ഡ്രസ്സ്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഈ ഒരു ക്യാമ്പിംഗ് ടെൻറ്റിനെ പറ്റിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കബി ഹൗസിനെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ റോസിൻ്റെ ടൈം പാസ്. ഏത് നേരം ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ഇവിടെ കുറേ നേരമായിട്ട് ഒരാൾ ബെഡ്റൂമിൻ്റെ അകത്ത് ഇന്നലെ വാങ്ങിച്ച ടോയുണ്ട് സംഭവമാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, റോസു എന്താപ്പത്? ആഹാ, ഇത്ര കഷ്ടപ്പാടുണ്ടോ? അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. വാ ബെഡ് പോയി കിടക്ക്. അല്ല നീ എന്താ റോസു? ലൈറ്റ് മനസ്സിലായി, ക്യാമ്പിംഗ് ആണെന്ന് മനസ്സിലായി. ബെഡിൽ പോയി കിടക്ക്, നാളെ ക്ലാസ് ഉണ്ട്. എന്നല്ല റോസു കളർ മാറ്റിക്കേ നോക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ? പോയി. ആഹാ, നീ പോര്, പുറത്ത് പോര്. എന്താ മറ്റേ റോസ് വാ 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 റോസ്. അപ്പം ഈ 1 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗിഫ്റ്റ്സുമായിട്ടുള്ള നമ്മുടെ D4D ഗിവ് അവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ മൊത്തം 10 ഗിഫ്റ്റ്സാണ് അവർ കൊടുക്കുന്നത്. അതിൽ 5 വിന്നേഴ്സിനെ നമ്മൾ ഇന്നലത്തെ വീഡിയോ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ നിന്ന് ബാക്കി 5 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്നുള്ള വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ D4D ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫീച്ചർ എന്താണെന്നുള്ളത് കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഒരു വീഡിയോയിലും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ.
അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെയും ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ D4D സ്പേസ് D4D ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ്, അങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫീച്ചർ ഒന്നുകൂടെ പറയാം. D4D ആപ്പ് ഡൗൺലോഡൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, സെർച്ച് ഫോർ പ്രൊഡക്ട്സ്. അതായത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് ആ സെർച്ച് ബോക്സിൽ നിങ്ങളിപ്പം സപ്പോസ് നിങ്ങളിപ്പം നിഡോ എന്നാണ് നിങ്ങൾക്ക് നിഡോ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിഡോ എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പം നിഡോക്ക് ഉള്ള ഓഫേഴ്സ് ഏതൊക്കെ ഷോപ്പുകളിലാണ് ഉള്ളത് അതൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ ഓഫർ നോക്കി നിങ്ങൾക്ക് പോയാൽ മതിയാവും. ഇനിയിപ്പം നിഡോക്ക് പകരം നമുക്ക് പാമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ പാമ്പേഴ്സ് എവിടേക്കാണോ നല്ല ഓഫർ ഉള്ളത് അവിടെയൊക്കെ അതൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ നോക്കിയിട്ട് നല്ല സ്ഥലത്ത് പോയിട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഓഫറുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഷോ നിയറസ്റ്റ് ഓഫർ, അതൊന്ന് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് മോളിലൊക്കെയുള്ള ഓഫറുകൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പം എനിക്ക് അയച്ചു തന്നിട്ടുള്ള വേറൊരാളാണ്, അപ്പോൾ അവരുടെ സ്ക്രീൻ റെക്കോർഡറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ, എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫീച്ചേഴ്സ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലെ വിന്നേഴ്സിനെയും ഇന്നത്തെ വീഡിയോത്തെ വിന്നേഴ്സിനെയും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ അത്രയും നിങ്ങൾക്ക് സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയുള്ള കമൻറ്റ്സ് തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. അപ്പം വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ, അതിൽ ഗിവ് അവേ ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.